Hello guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഗ്രിൽഡ് കാറ്റ്ഫിഷിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനും ബാക്കി ആവശ്യത്തിന് എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സലാഡ് വെള്ളരിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കനൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറകെടുത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അബിനാണ് മസാല മിക്സ് ചെയ്യുന്നത്. പിന്നെ നൗഫൽ നമ്മുടെ നേരത്തെ വന്നിട്ടുണ്ട് വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ശ്രീദേവ് ഇരുന്നിട്ട് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞെടുക്കുകയാണ് നമുക്കതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് നമ്മൾ. അത്യാവശ്യം കുറച്ച് കനലായപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് അതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഇത് നമ്മുടെ ഫിഷില്ലേ, ക്യാറ്റ് ഫിഷിൻ്റെ പുറത്തോട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അതിൽ പുറത്ത് വെച്ചതിന് ശേഷവും അതിൻ്റെ പുറത്ത് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് എല്ലാ സൈഡും ആ ചൂടടിച്ച് ഒന്ന് വെന്തുരുകി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പ്രോസസ്സ് തന്നെ എല്ലാ ഗ്രില്ല് ചെയ്യാൻ വയ്ക്കുന്ന ഫിഷ് പീസുകളിലേക്കും ചെയ്താൽ മതി. അപ്പോൾ ഒരുവിധം വെന്ത് വരുന്നു എന്ന് കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ വാലൊക്കെ ഒന്ന് വെന്ത് ഇങ്ങനെ വളഞ്ഞ് വരും. അപ്പോൾ അതിനൊന്ന് മറച്ചിട്ട് കൊടുക്കുക. ഗ്രില്ല് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ നോക്കി നിന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാം മറിച്ചിട്ടു. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിലോട്ട് കുറച്ച് പൈനാപ്പിളും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതായത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും പുതിനയിലയും മല്ലിയിലയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ക്യാറ്റ് ഫിഷിനെ അടുക്കി വയ്ക്കുന്നുണ്ട്. അതായത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെന്ത് വന്ന് അതെല്ലാം എടുത്ത് വയ്ക്കാം. നമുക്ക് അത് ചെറുതായിട്ടൊക്കെ ഒട്ടിപ്പോയെങ്കിലും കഴിക്കാനുള്ള അത്യാവശ്യം നല്ല പീസൊക്കെ അതിലുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പുറത്തൊക്കെ വാരിയിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 പീസ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 4 പീസ് അഭിജിത്ത് അവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്ത് വെച്ചത് ഇപ്പോൾ ഒരു പ്ലേറ്റ് 2 വലിയ അടപ്പ് പോലത്തെ പ്ലേറ്റിൽ വെച്ച് നമ്മൾ ഗ്രില്ലിൻ്റെ പുറത്ത് തന്നെ വച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് വരാൻ തുടങ്ങുമ്പോൾ അതൊന്ന് വെളിയിലെടുക്കാം. നമ്മൾ ഇങ്ങനെ ഗാർണിഷ് ചെയ്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു ജ്യൂസൊക്കെ ആ ഫിഷിൽ പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല. മുഷി ഗ്രില്ല് ചെയ്തത് വേറെ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഈ മീൻ ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. കായലിൽ വളർത്തിയ മീനും അങ്ങനത്തെ വെറൈറ്റി ആയിട്ട് മീൻ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ക്യാറ്റ് ഫിഷ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.